ഇന്നിപ്പോ നീല ഷർട്ടും ഇട്ട് അയാം അംബേദ്കർ എന്ന് എഴുതിയ പ്ലക്കാർഡും പിടിച്ച് എംപിമാർ നിൽക്കുന്ന കാഴ്ച വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ദൃശ്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമേതുമില്ല. എന്താണ് നാളത്തെ പ്ലാൻ? രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണ് BJP. ചുരുക്കത്തിൽ ശക്തമായ പ്രതിഷേധം പാർലമെന്റിനുള്ളിലും പുറത്തും ഞങ്ങൾ വീണ്ടും കൊണ്ടുവരും. ഇന്ത്യ ബ്ലോക്കിന്റെ സംയുക്തമായ പ്രസ്താവന അത് സംബന്ധിച്ച് വരും, തീരുമാനങ്ങൾ വരും. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിക്കാത്തത്? BJPയുടെ നേതൃത്വം പ്രതികരിക്കാത്തത്? RSSന്റെ പൂച്ചു പുറത്തായിരിക്കുന്നു. RSSനെ ജനം കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു വശത്ത് മനുസ്മൃതിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ നരേന്ദ്രമോദി തൊട്ടു ചുംബിക്കുന്നത്. മനസ്സിൽ RSSന്റെ മനുസ്മൃതിയാണ്. അതുപോലെ തന്നെയാണ് മനസ്സിൽ ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ദളിത് പ്രേമം പ്രസംഗിക്കുന്നത്. വോട്ടിന് വേണ്ടിയിട്ടാണ്. മനസ്സിൽ ക്രൈസ്തവ വിരുദ്ധത വെച്ച് പുലർത്തിയിട്ടാണ് ഇപ്പുറത്ത് ഒരു വശത്ത് ക്രൈസ്തവാരാധനാലയങ്ങൾ വേട്ടലാകുന്നത്. ഞാൻ ഇതിനിടയിൽ തന്നെ പറയാം, ഈ പാർലമെന്റ് സമ്മേളനത്തിന് നടക്കുന്ന സമയത്താണ് മണിപ്പൂരിൽ അതിരൂക്ഷമായ കലാപം ഉണ്ടാകുന്നത്. ഒരു വാക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ. പോട്ടെ, സംഭലിൽ എത്രയോ മനുഷ്യരാണ്, 4 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ആ സംഭവത്തെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ചില്ലല്ലോ. ദളിതർ ആക്രമിക്കപ്പെടുന്നു. പാർലമെന്റിനുള്ളിൽ പോലും ഈ ക്രൈസ്തവാരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു ഡാറ്റ ചോദിച്ചാൽ ആ ഡാറ്റ തരാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വശത്ത് ദളിത് പ്രേമം പറയുന്നു, ഉള്ളിൽ എന്താണ്? മനുസ്മൃതിയാണ്, ചാതുർവർണ്ണയാണ്. ഉള്ളിൽ അപ്പുറത്തോ മനുസ്മൃതിയാണ് ഭരണപക്ഷത്തിന് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ക്രൈസ്തവരെ വേട്ടയാടുന്നു, ക്രൈസ്തവാരാധനാലയങ്ങൾ തകർക്കുന്നു. അങ്ങനെയുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ മറ്റ് പല വിഷയങ്ങളും ഇവരുടെ യഥാർത്ഥ രാഷ്ട്രീയം അർബൻ നക്സൽ വിഷയമല്ല. പ്രധാനമന്ത്രി ട്വീറ്റിനപ്പുറത്ത് മിണ്ടേണ്ടി വരും. കാരണം ഇത് അങ്ങേയറ്റം രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയമാണ് എന്ന ബോധ്യം ഇപ്പോൾ BJPക്ക് ഉണ്ടാവും ഈ രാത്രിയിലെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.